എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് രണ്ട് രീതിയിലുള്ള സംസാര ശൈലികൾ അവനുണ്ടാകാം. ഒരുപക്ഷെ ചില വ്യക്തികൾ തങ്ങളുടെ പൊങ്ങച്ചം പറഞ്ഞ് അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് അത് എത്തിക്കാം. മറ്റു ചിലരാകട്ടെ തങ്ങളുടെ ഇല്ലായ്മകൾ പറഞ്ഞ് അത് വല്ലായ്മയിലേക്ക് എത്തിക്കാം. ബൈബിൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പാകെ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ നാം അതിനോട് പ്രതികരിക്കുന്നത്? വിശേഷമാണ്, നമ്മുടെ വിശേഷങ്ങളാണ് അവർ ചോദിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പൊതുവിൽ അവൻ ആ വ്യക്തിയോട് പറയുക, കൃപയാൽ കർത്താവ് നടത്തുന്നു. ആ കൃപയാൽ എന്ന വാക്കിനകത്ത് തൻ്റെ ഇല്ലായ്മകളെ, തൻ്റെ ജീവിതത്തിലെ പോരായ്മകളെ എല്ലാം അവൻ മറയ്ക്കുകയാണ്. തൻ്റെ ജീവിതം കൃപയാൽ മുന്നോട്ട് പോവുകയാണ്. ബൈബിളിനുള്ളിലെ രണ്ട് സന്ദർഭങ്ങളിൽ രണ്ട് വ്യക്തികൾ എങ്ങനെയാണ് മറ്റൊരാളുടെ ചോദ്യത്തോട് പ്രതികരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഇല്ലായ്മകളെ വല്ലായ്മയാക്കാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, നമുക്ക് എങ്ങനെ മറ്റുള്ളവരോട് പ്രതികരിക്കാം, എങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ വ്യക്തി 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കയ്യിൽ കൊടുത്ത ബാലകനാണ്. അവിടെ ശിഷ്യന്മാർക്ക് വേണ്ടത്, ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, ഈ വലിയ പുരുഷാരത്തിന് ഭക്ഷിക്കാനുള്ളത് നിങ്ങൾ ഒരുക്കുക. ശിഷ്യന്മാർ അവിടെയെല്ലാം പരതുമ്പോൾ ഒരു ബാലകൻ അവരോട് പറയുകയാണ്, എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. അവൻ്റെ എന്താണ് അവനിൽ ഉള്ളത്, എന്താണ് അവൻ്റെ കയ്യിലുള്ളത് എന്നവൻ ഓപ്പണായി പറയുമ്പോൾ, അവൻ്റെ കയ്യിലുള്ളത് കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അതാ വന്ന ജനത്തിനെല്ലാം ഭക്ഷിക്കുന്ന ആഹാരമായി മാറുകയാണ്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ച കർത്താവിനെ നമുക്ക് അവിടെ കാണാം. അവിടെ അത്ഭുതം ചെയ്ത കർത്താവിൻ്റെ പ്രവൃത്തി പോലെ വലിയതാണ് ആ 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആ ബാലകന്റെ മനസ്സ്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് സാരാഫത്തിലെ വിധവയാണ്. ഏലിയാവ് സാരാഫത്തിലേക്ക് കടന്നു വരുന്നു. അവിടെ ദേശമെങ്ങും ക്ഷാമം നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു വിധവയുടെ തുരുത്തിയിൽ അല്പം എണ്ണയും അല്പം അപ്പവും അല്പം മാവും ഉണ്ടായിരുന്നു. ഏലിയാവ് വന്ന് അവളോട് ചോദിക്കുമ്പോൾ, ഭക്ഷിപ്പാൻ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവൾ അവളുടെ ഉള്ള അവസ്ഥയാണ് പറയുന്നത്. എനിക്ക് അല്പം മാവും അല്പം എണ്ണയും ഉണ്ട്, അതുപയോഗിച്ച് അപ്പം ചുട്ട് ഞാനും എൻ്റെ മകനും കഴിച്ച് ഞങ്ങൾ തുടർന്ന് മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ അവസാന ആശ്രയമാണ് ആ ഒരു തുരുത്തിയിലെ കുറച്ചെണ്ണയും കുറച്ച് മാവും. ആ വിധവയായ സ്ത്രീ കർത്താവിൻ്റെ സന്നിധിയിൽ, ഏലിയാവിൻ്റെ സന്നിധിയിൽ തൻ്റെ ഉള്ള അവസ്ഥയെ പറയുമ്പോൾ അവിടെ ഏലിയാവിലൂടെ ദൈവം മറ്റൊരു പ്രവൃത്തി ആ വിധവയായ സ്ത്രീയുടെ ജീവിതത്തിൽ ചെയ്യുകയാണ് ചെയ്തത്. ഈ രണ്ട് സന്ദർഭങ്ങളിലും ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അവർ തങ്ങളുടെ ഉള്ള അവസ്ഥയെ പറയുകയാണ്. തങ്ങളുടെ ഇല്ലായ്മയല്ല അവിടെ അവർ പ്രൊജക്റ്റ് ചെയ്തത്, തങ്ങളുടെ ഉള്ള അവസ്ഥയെ അവർ ദൈവസന്നിധിയിൽ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇല്ലായ്മകളെല്ലാം നമ്മൾ ആ പ്രാർത്ഥനാ സന്ദർഭത്തിൽ എടുത്തു നിരത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ള അവസ്ഥയെ ദൈവസന്നിധി പറയുക, കർത്താവ് എനിക്ക് ഇന്നതുണ്ട്, കർത്താവ് എൻ്റെ കയ്യിൽ ഇന്നതുണ്ട്. അത് നാം നമ്മുടെ ആ ഉള്ള അവസ്ഥ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അതൊരു ചെറിയ പങ്കാകാം. ഒരുപക്ഷെ ഒരു വലിയ ജനത്തെ പോഷിപ്പിക്കാൻ കഴിയുന്ന
അപ്പമല്ല ആ ബാലകന്റെ കയ്യിലുള്ളത്. അവന് തന്നെ വിശപ്പടക്കാനുള്ള 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. അവന്റെ ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള 5 അപ്പവും 2 മീനും. അവിടെ നിന്നാണ് 5000ങ്ങളിലേക്ക് അത് വർദ്ധിക്കുന്നത്. വിധവയെ നോക്കുക, തനിക്കും തൻ്റെ മകനും ഒരു നേരം ഭക്ഷിക്കാനുള്ളത് മാത്രമാണ് അവിടെ ഉള്ളത്. മരണത്തിന് തൊട്ടു മുമ്പ് തൻ്റെ മകന് കൊടുക്കാനുള്ളത് മാത്രമാണ് ആ വിധവയുടെ കയ്യിലുള്ളത്. അവിടെ നിന്നും ഒരു വർധനവിൻ്റെ അനുഭവത്തിലേക്ക് അത് മാറുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വെക്കേണ്ടത് നമ്മുടെ ഇല്ലായ്മകൾ പറഞ്ഞ് അതൊരു വല്ലായ്മയാക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ള അവസ്ഥ എന്താണോ എൻ്റെ കയ്യിലുള്ളത്, കർത്താവെ അതിനെ ഞാൻ നിനക്ക് തരുന്നു, നീ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. നമ്മെല്ലാം കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ നാം ഒരിക്കലും കർത്താവിന് ഉപയോഗിക്കാൻ നമ്മെ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പല പരാജയങ്ങൾക്കും കാരണമായി തീരുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ള അവസ്ഥ കർത്താവിനോട് പറയുക. ആ ഉള്ളതിൽ നിന്ന് അതിനെ വർധനവിലേക്ക് വരുത്തുവാൻ കർത്താവ് മതിയായവനാണ്.